ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് മലയാള സിനിമാ മേഖല. റിപ്പോർട്ടിനെ പിൻപറ്റി ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളും പുറത്തുവരുന്നു. സിനിമയിലെ വമ്പന്മാർക്കെതിരെയാണ് ആരോപണങ്ങൾ. സ്വകാര്യതയെ ബാധിക്കുന്ന വെളിപ്പെടുത്തലുകളും മൊഴികളും ഉള്ളതിനാൽ അത്തരം ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഈ നടപടി മലയാള സിനിമയെ ഒന്നാകെ കരുനിഴലിൽ നിർത്തിയിരിക്കുകയാണ്. ആർക്കൊക്കെ എതിരെയാണ് മൊഴി നൽകിയതെന്ന് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലുള്ള എല്ലാവരും ജനങ്ങളുടെ മുന്നിൽ സംശയത്തിന്റെ നിഴലിലാണ്. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാത്രമാണ് ഹേമ കമ്മിറ്റി പരിശോധിച്ചത്. എന്നാൽ ഇതിനേക്കാളും ഞെട്ടുന്ന തരത്തിലുള്ള പീഡനങ്ങളും പ്രീണനങ്ങളും മറ്റു മേഖലകളിലുമുണ്ട്. അതൊന്നും ആരും ചർച്ച ചെയ്യുകയോ പരിശോധിക്കുകയോ ചെയ്യുന്നില്ല. ഇത്തരമൊരു കമ്മിറ്റിയെ മറ്റു മേഖലകളിൽ കൂടി നിയോഗിച്ചാൽ ഒരുപക്ഷെ ലോകത്തിന് മുന്നിൽ തന്നെ കേരളമെന്ന് പറയാൻ കഴിയാത്ത വിധമാകും കാര്യങ്ങൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലിയുള്ള പൊല്ലാപ്പാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്. സ്ത്രീ സമത്വം എന്ന് പറയുന്നവരെല്ലാം ഇപ്പോൾ അതൊക്കെ മലയാള സിനിമയിൽ മാത്രമേ ഉള്ളൂ എന്ന തരത്തിലാണ് സംസാരിക്കുന്നത്. സിനിമയിൽ നടത്തിയ ഇത്തരമൊരു പരിശോധന രാഷ്ട്രീയം, ഭരണകൂടം, പോലീസ്, മാധ്യമം, സ്വകാര്യ മേഖലകളിലെ തൊഴിലിടങ്ങൾ എന്നിവിടങ്ങളിൽ കൂടി നടത്താനുള്ള ആർജവം സർക്കാരിനുണ്ടോ? ഇതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അങ്ങനെ ചെയ്താൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും നമ്മളെല്ലാവരും. കേരള രാഷ്ട്രീയത്തിൽ തന്നെ നിരവധി സ്ത്രീകളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രധാന പദവികളിലും അവർ ഇരിക്കുന്നുണ്ട്. എന്നാൽ അവരൊക്കെ ഏതൊക്കെ അവസ്ഥകളിലൂടെ സഞ്ചരിച്ചാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ എത്തിയതെന്ന് ആലോചിച്ചാൽ ഒരു അന്തവും ഉണ്ടാവില്ല. രാഷ്ട്രീയത്തിൽ എത്തുന്ന സ്ത്രീകൾക്ക് അർഹമായ പദവികൾ നൽകാതെ അടിച്ചൊതുക്കി പുരുഷ മേധാവിത്വം തുടരുന്ന രീതിയുമുണ്ട്. ചിലരൊക്കെ അതിനെതിരെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെ അല്പായുസ് മാത്രമായി ഒതുങ്ങി. അത്തരം കാര്യങ്ങളൊന്നും ഇത്രയധികം ചർച്ച ചെയ്തിട്ടുമില്ല. ഓരോ മേഖലകളിലും ഇത്തരത്തിൽ സ്ത്രീകൾ ഒതുക്കപ്പെടുകയും പീഡനം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ കൂടി അവരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ സംവിധാനം ഒരുക്കണം. അപ്പോഴറിയാം പുരുഷ മേധാവിത്വം എത്രത്തോളം ഉണ്ടെന്ന്. അതിന് ഇച്ഛാശക്തിയോടെ സർക്കാർ സ്ത്രീകളുടെ അവകാശം സംബന്ധിച്ച ഓഡിറ്റ് നടത്തണം. ഒരാൾക്ക് മറ്റൊരാൾക്കെതിരെ എന്തും വിളിച്ചു പറയാവുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതിപ്പോൾ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയും സാധിക്കും. അതിന്റെ ആധികാരികതയെക്കുറിച്ച് പരിശോധിക്കാനോ സത്യാവസ്ഥ മനസ്സിലാക്കാനോ ആരും തയ്യാറാകുന്നില്ല. സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണെന്നാണ് കേരളത്തിന്റെ അവകാശവാദം. എന്നാൽ ഈ അവകാശങ്ങൾ നടപ്പാക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഉണ്ടാകാറില്ല. തുല്യനീതി എന്ന് പറയുന്നവർ തന്നെ അത് ലംഘിച്ചാൽ പിന്നെ എന്താണ് നീതി? ഏതു മേഖലയിലായാലും പുരുഷന്മാർ കഴിഞ്ഞേ സ്ത്രീകളെ പരിഗണിച്ചിട്ടുള്ളൂ. അതാണ് കേരളത്തിലെ പുരുഷ പ്രമാണിത്വം. മലയാളികളുടെ ജീവിത മേഖലകളിലെല്ലാം അദൃശ്യമായും പരസ്യമായും ഇത്തരം പ്രവണതയുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും അത്തരം കാര്യങ്ങളിലേക്കൊന്നും ചർച്ചകൾ നടക്കാറില്ല. ഹേമ കമ്മിറ്റി പോലെ എന്തെങ്കിലും ഒരു സംഭവം വീണ് കിട്ടിയാൽ അതിനു പുറകെ പോവുക മാത്രമാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. കേരളത്തിൽ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സ്വകാര്യ സംരംഭങ്ങളിലോ സ്ത്രീ തുല്യതയ്ക്ക് വേണ്ടി ഉറച്ച നിലപാട് എടുക്കാറില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ കൂടുതൽ ചർച്ചയായത് ലൈംഗികാതിക്രമങ്ങളും പീഡനങ്ങളുമാണ്. ലൈംഗിക ചൂഷണത്തെ മാത്രം ഉന്നം വയ്ക്കുകയും അഭിനയ മേഖലയ്ക്ക് പുറത്തുള്ള സ്ത്രീ സിനിമാ പ്രവർത്തകർ നേരിടുന്ന മറ്റു പീഡനങ്ങളെ അവഗണിക്കുകയും തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. അവ ഓരോന്നും ആ സ്ത്രീകളുടെ അന്തസ്സിനെയും മനുഷ്യാവകാശങ്ങളെയും ബാധിക്കുന്നവയും അപമാനിക്കുന്നവയുമാണ്. എന്നാൽ ആ സ്ത്രീക്ക് വേണ്ടി ഒരു ശബ്ദവും ഉയരില്ലെന്നതാണ് ആശ്ചര്യം. അതിന് കാരണം കേരളത്തിലെ ചർച്ചകൾക്ക് ആവശ്യം കുറെ എരിവും പുളിയുമാണ് എന്നത് തന്നെ. കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരാൻ കഴിവുള്ള എത്രയോ സ്ത്രീകളുണ്ട്. അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പുരുഷാധിപത്യം ഒരിക്കലും അനുവദിക്കില്ല. ഇക്കാര്യത്തിൽ നിരവധി ഉദാഹരണങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും കേരളത്തിൽ പുരുഷാധിപത്യം മാത്രമാണുള്ളത്. കേരളത്തിലെ ജനസംഖ്യയിൽ കൂടുതലും സ്ത്രീകളാണ്. എന്നിട്ടും ഇന്നും രാഷ്ട്രീയത്തിൽ എത്ര സ്ത്രീകൾ പ്രധാനപ്പെട്ട പദവികളിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ വിരലിൽ എണ്ണാവുന്നത് പോലും ഉണ്ടാകാറില്ല. അവർ അനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ കേൾക്കാനോ പരിശോധിക്കാനോ ഇവിടെ ആർക്കും താല്പര്യമില്ല. സ്വന്തം ജീവിതം പോലും നശിച്ച നിരവധി വനിതാ പ്രവർത്തകരുണ്ട് രാഷ്ട്രീയത്തിൽ. അവർക്കൊക്കെ പറയാനുണ്ട് ഏറെ കാര്യങ്ങൾ. എന്നാൽ അത്തരം മേഖലകളിലേക്ക് വിരൽ ചൂണ്ടാതെ എല്ലാം മലയാള സിനിമയുടെ കുറ്റമാണെന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇത് ശരിയായ രീതിയല്ല. സമൂഹത്തിലെ തിന്മകളെയും നന്മകളെയും ആവിഷ്കാരത്തിലൂടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ച ഒരു സംവിധാനമാണ് സിനിമ. ആ സിനിമയെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് മാത്രം കേരളത്തിലെ പുരുഷാധിപത്യത്തിന് അന്ത്യം വരുത്താനാകുമോ? ഭരണാധികാരികൾ ഇരുത്തി ചിന്തിക്കണം. കാരണം കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ മണ്ടന്മാരല്ല, അവർ പ്രബുദ്ധരാണ്. അവർക്ക് ചിന്തിക്കാനും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും അറിയാം.